PSCയിലെ പരീക്ഷാ ക്രമക്കേട് നിയമന വിവാദങ്ങളിൽ ഇടപെടലുമായി ലോക്ഭവൻ. PSC സെക്രട്ടറി സാജു ജോർജുമായി ഗവർണർ കൂടിക്കാഴ്ച നടത്തി. PSC ചെയർമാൻ അറിയാതെയാണ് കൂടിക്കാഴ്ച എന്നതാണ് വിവരം. അപർണ കേസ് ചേരുന്ന വിവരങ്ങളുമായി. അപർണ, ഏതായാലും PSCയിലെ ക്രമക്കേടും അതോടൊപ്പം തന്നെ നിയമവിവാദങ്ങളിലും ലോക്ഭവന്റെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? PSC പരീക്ഷാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളിൽ ശക്തമായ ഇടപെടലുകൾക്ക് രാജ്ഭവൻ ഒരുങ്ങുന്നതിന്റെ ഒരു ഭാഗമായിട്ടാണ് PSC സെക്രട്ടറി സാജു ജോർജിന് ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. ഇന്നലെ വൈകിട്ടോടെയായിരുന്നു കൂടിക്കാഴ്ച നടത്തിയത്. PSC ചെയർമാൻ MR ബൈജു അറിയാതെയാണ് ഇരുവരുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്നൊരു വിവരം കൂടിയുണ്ട്. എന്തായാലും PSC ആസൂത്രണ ബോർഡ് പരീക്ഷകളിൽ അടക്കം നടന്ന ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഗവർണർക്കടക്കം നിരവധി പരാതികൾ ലഭിച്ചു. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. എന്നാൽ ഗവർണറുടെ ഓഫീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഗവർണറുടെ നിർദ്ദേശപ്രകാരമല്ല, മറിച്ച് ഇത്തരത്തിൽ സാജു ജോർജ് സ്വമേധയാ ഗവർണറുമായി ഒരു കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും PSC ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട ഗവർണറുടെ ഭാഗത്തു നിന്ന് ശക്തമായ നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യത കൂടി ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നിലുണ്ട് എന്ന് നമുക്ക് കരുതാൻ സാധിക്കും. എന്തായാലും PSC പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് സമാന്തരമായി 2 അന്വേഷണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണവും കൂടാതെ തന്നെ PSC ആഭ്യന്തര വിജിലൻസ് അന്വേഷണം ഒക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 അന്വേഷണങ്ങൾ ആദ്യം തന്നെ PSC പരീക്ഷകളുമായി ബന്ധപ്പെട്ട് ക്രമക്കേടുകൾ നടന്നിട്ടുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും PSC പരീക്ഷ ക്രമക്കേടുകളുമായി ഓഫീസ് കൂടി ഇത്തരത്തിൽ അല്ലെങ്കിൽ ഗവർണറുടെ ഭാഗത്തു നിന്നും കൂടി ഒരു ഇടപെടൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടി ഉണ്ട്. ശരി, എന്തായാലും PSCയിലെ പരീക്ഷാ ക്രമക്കേടിലും നിയമന വിവാദങ്ങളിലും നിർണായകമായ ഒരു ഇടപെടലാണ് ലോക്ഭവന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. PSC സെക്രട്ടറി സാജു ജോർജുമായി ഗവർണർ കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ്. PSC ചെയർമാൻ അറിയാതെയാണ് ഈ ഒരു കൂടിക്കാഴ്ച എന്നതാണ് ലഭിക്കുന്ന വിവരം. അപർണ കേസാണ് വിവരങ്ങൾ നൽകിയത്.